ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയഞ്ചേരി അയ്യപ്പൻ വിളക്കാട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. 14 തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നാണ് അയ്യപ്പൻ വിളക്കില്ലത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി പോയി ഭക്ഷണം കഴിക്കണം. കുറച്ച് നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. ഞാൻ ഒരുപാട് ജനങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയിരിക്കും ഈ താലപ്പൊലിയൊക്കെ ഉണ്ടാവുക. ഈ പ്രാവശ്യം എനിക്ക് പറ്റില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം താലം പിടിക്കണമെന്ന്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പറ്റിയില്ല. അതുകൊണ്ട് അമ്മയും പൂജയും മാത്രമേ താലം പിടിക്കുന്നുള്ളൂ. അപ്പം ഇനി അതൊക്കെ കാണാൻ വേണ്ടി പോകണം, ഘോഷയാത്ര കാണാൻ വേണ്ടി പോകണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും കൂടെ ഒരു 11 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല തിരക്കുണ്ടാവും, അതുകൊണ്ട് പോയി ലൈനിൽ നിൽക്കണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാനും അമ്മയും സുമിയാൻ്റെയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വരുന്നത് നമ്മളെ പറയഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതേപോലെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി തൊഴുതു. എന്നിട്ട് ഞങ്ങൾ ക്യൂലേക്ക് പോയി നിന്നു കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 11 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ ഏകദേശം 1:30 ശേഷം കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. അത്രയും തിരക്കായിരുന്നു. ഈ ഒരു ലൈനിൽ നിൽക്കുന്നതായിരുന്നു കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. നല്ല ചൂടായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷറി വരെ കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ ലൈനിലൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറി അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സീറ്റെല്ലാം കിട്ടി കേട്ടോ. ഈ ഒരു സദ്യ കാണുമ്പോൾ കേട്ടോ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നിന്നതൊക്കെ അങ്ങോട്ട് ആശ്വാസമാവുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാട്ടോ അവിടുത്തെ ഫുഡ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയപ്പോഴാട്ടോ അപ്പുറത്ത് നോക്കുമ്പോൾ 3 കൊമ്പന്മാർ നിൽക്കുന്നത്. അങ്ങനെ ആനേനെയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാ നോക്കുമ്പോൾ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ആനകളെയൊക്കെ കുളിപ്പിച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കാറ്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ആനേനെ ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അതേപോലെ തന്നെ എനിക്ക് പേടിയുമാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ അടുത്തൊന്നും പോയിട്ട് നിന്നിട്ടില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ ഞാൻ ആനേനെ ഒന്ന് തൊടുന്നതും. അതേപോലെ അമ്മ ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇത്. അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും കേട്ടോ എനിക്കും അമ്മയ്ക്കും ആ സമയത്ത് ആ ധൈര്യം തോന്നി ആനേനെ തൊടാനും ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റിയത്. കാരണം എനിക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ആനേനൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും കൂടി നേരെ വീട്ടിലേക്കാണ് പോയത്. കാരണം അവർക്കൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് താലം പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പൂജയും അമ്മ ഇതാ പുറപ്പെട്ട് സുന്ദരികളായിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. പപ്പ അവരെ 2 പേരും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ഈ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മുതൽ പറയഞ്ചേരി സ്കൂൾ ഗ്രൗണ്ട് വരെയാണ്. പപ്പ അവരെ കൊണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി പുറപ്പെട്ടു. എനിക്ക് പപ്പയ്ക്ക് രാത്രി ഡിന്നർ കഴിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാൻ. ഞങ്ങൾ വിനായകയിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ രജീഷ് മാമനും ശില്പാൻ്റി സൗരവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും പപ്പയും കൂടി പുതിയറ ജംഗ്ഷനിൽ വന്ന് നിന്നു കേട്ടോ. പറയഞ്ചേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ ജംഗ്ഷനിൽ നിന്നിട്ടാണ് എഴുന്നള്ളത്ത് കാണുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതാ നമ്മളെ പറയഞ്ചേരി അയ്യപ്പൻ വിളക്കിൻ്റെ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്.
ഗായ്സ്, അപ്പം പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പം തന്നെ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ടയേർഡാണ്. ഇനി ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.